മലയാളികൾ മാത്രമല്ല ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഒരുപോലെ എമ്പുരാന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ്. മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപന സമയം മുതൽ തന്നെ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചകൾ സജീവമായിരുന്നു. ലൂസിഫർ നേടിയ വമ്പൻ വിജയം എമ്പുരാനും സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. മാർച്ച് 27-ന് എത്തുന്ന ചിത്രത്തിന്റെ വരവ് ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇന്ന് മോഹൻലാൽ ആരാധകർ. എന്നാൽ റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കിയായിട്ടും സിനിമയുടെ ട്രെയിലർ പുറത്തുവിടാത്തതിൽ ആരാധകർ കടുത്ത നിരാശയിലായിരുന്നു. ഇപ്പോഴത്തെ എമ്പുരാന്റെ ട്രെയിലർ ആദ്യം കണ്ടിരിക്കുന്നത് രജനീകാന്ത് ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ്. രജനീകാന്തിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് പൃഥ്വിരാജ് തന്നെയാണ് ഇക്കാര്യം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. എമ്പുരാൻ ട്രെയിലർ ആദ്യം കണ്ടയാൾ രജനീകാന്ത് ആണെന്നും ട്രെയിലർ കണ്ടതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് താൻ എപ്പോഴും ഓർക്കുമെന്നുമാണ് പൃഥ്വിരാജ് പറയുന്നത്. ഈ അനുഭവം മറക്കാൻ സാധിക്കില്ലെന്നും ലോകം കീഴടക്കിയ സന്തോഷമുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു. ഒപ്പം രജനീകാന്തിന്റെ കടുത്ത ആരാധകനാണെന്നും പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം ഇന്ന് വൈകിട്ട് 6 മണിയോടെ ചിത്രത്തിന്റേതായ അപ്ഡേറ്റ് ഉണ്ടാകുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ഇത് ട്രെയിലർ അപ്ഡേറ്റ് ആകുമെന്ന് തന്നെയാണ് ആരാധകരുടെ വിശ്വാസം. അതേസമയം റിലീസിംഗ് സംബന്ധിച്ച ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ട് എമ്പുരാൻ മാർച്ച് 27-ന് തന്നെ തിയേറ്ററുകളിലെത്തുകയാണ്. ഗോകുലം മൂവീസ് കൂടി നിർമ്മാണ പങ്കാളിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ ആശീർവാദും മറ്റു സംസ്ഥാനങ്ങളിൽ പ്രമുഖ വിതരണ കമ്പനികളുമാണ് എമ്പുരാന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത്. ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമായി എത്തുന്ന ചിത്രം വമ്പൻ താരനിരയിലാണ് ഒരുങ്ങുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാൻവാസിലെത്തുന്ന ചിത്രമായതിനാൽ തന്നെ വമ്പൻ ഹൈപ്പിലാണ് എമ്പുരാൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 150 കോടിയോളമാണ് ചിത്രത്തിന്റെ ബജറ്റ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.